എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്തു മാക്സിമം കാണുക, കണ്ടിട്ട് എൻ്റെ വ്യൂ ടൈം ഒക്കെ കൂട്ടിത്തരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം 7 അതിൻ്റെ ഓൾറെഡി കണ്ടസ്റ്റൻസ് എല്ലാം വീട്ടിൽ കയറി കഴിഞ്ഞിരിക്കുകയാണ്. 1 by 1 ആയിട്ട് ഓരോരുത്തരായി കയറി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ആരും കയറാനില്ല. രേണുസുതി ലാസ്റ്റിലാണ് കയറിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അടിപൊളിയായിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരാളുടെ ഫോട്ടോ ലീക്കായിട്ടുണ്ട്. നമ്മുടെ മെയിൽ കണ്ടസ്റ്റൻസ് ആയ കോമണറായ അനീഷിൻ്റെ ഫോട്ടോ ഓൾറെഡി ലീക്കായിട്ടുണ്ട്. ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനീഷ് ഒരു ഓതറാണ്, ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇച്ചിരി കഴിവൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെ. അതായത് കോമണർ ആണെങ്കിൽ പോലും നമ്മുടെ ബിഗ് ബോസ് എടുക്കണമെങ്കിൽ അതിനൊരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു പവറുള്ളൊരു ഒരു വ്യക്തിയായിരിക്കണം. നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും. നോർമൽ കോമണറാണെന്ന് പറഞ്ഞാലും അതിന് പറ്റിയ ഒരാളെ ആയിരിക്കും എന്തായാലും ബിഗ് ബോസ് തിരഞ്ഞെടുക്കുക. ചുമ്മാ ഒരാളെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊക്കെ പോയി എടുക്കുമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം അത് കണ്ടൊരു കോമണറാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എത്രയ്ക്ക് ബുദ്ധിയുണ്ട്, എത്രയ്ക്ക് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബിഗ് ബോസിൽ പോയി കളിക്കുന്ന എങ്ങാനാണോ അതുപോലെ ഇരിക്കും. ഈ കോമണറിനൊക്കെ എഫക്റ്റ് ഇത് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് മെയിൽ കോമണർ, അത് ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ ഒരു മെയിൽ കോമണർ വരുന്നത്. അപ്പം നമ്മളെപ്പോലെ ആൾക്കാരുടെ ഒരു എക്സ്പെക്റ്റേഷൻ കൂടുതലായിരിക്കും. പുള്ളി എങ്ങനെയാണ് കളിക്കുക, പുള്ളിയുടെ കളികൾ കണ്ടിട്ട് വേണം ഇനിയും വരുന്ന കോമണേഴ്സ്, മെയിൽ കോമണേഴ്സ് ആയാലും ഫീമെയിൽ കോമണേഴ്സ് ആയാലും കളിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ പുള്ളി എങ്ങനെ കാണിച്ചു, ചിലപ്പോൾ നല്ലത് കാണിച്ചാൽ നല്ലതായിട്ട് എടുക്കും, പെനൽ കാണിച്ചാൽ അങ്ങനെ പഠിക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കലി. പക്ഷെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം എന്താ, ബാക്കിയുള്ളവരെല്ലാം പുള്ളി നല്ല കോമണേഴ്സ് ആയിട്ട് വരുന്നില്ല. പെണ്ണുങ്ങളെല്ലാം, എനിക്കിത് പെണ്ണുങ്ങളെക്കാട്ട് കൂടുതൽ ആണുങ്ങൾക്ക് അത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കോമണേഴ്സ് ബാക്കിയെല്ലാ സെലിബ്രിറ്റിയിലും അറിയപ്പെടുന്ന ആൾക്കാരും അടിമകളും എല്ലാ കോൺവെർസേഷനിലും ഉള്ള, അതായത് എല്ലാ പ്രശ്നത്തിലും ഉള്ള ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അവർ നിന്ന് പിടിച്ച് നിൽക്കാൻ ഒരു മെയിൽ കോമണറിന് ആവശ്യമാണ്. എന്ന് വെച്ചാൽ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നത്. അവരെല്ലാം സെലിബ്രിറ്റിയാണ്. ഇത് സാധാരണ ഒരാളുടെ, നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ ഇതായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോമണറിന് വളരെ ഒരു പങ്ക് വഹിക്കണം. വളരെയായിട്ട് സ്ട്രഗിൾ ചെയ്താലും അവിടെ ജയിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കോമണർ ഒരു വിന്നറാകാൻ ചാൻസും ഉണ്ട് നല്ലോണം കളിച്ചാൽ. അപ്പോൾ ഓൾറെഡി ഇത് പറഞ്ഞ പോലെ ഓൾറെഡി ആൾക്കാരെല്ലാം കണ്ടസ്റ്റൻസ് എല്ലാം ഓരോരുത്തർ കയറി. കോമണറാണ് ഫസ്റ്റ് കയറിയെന്നാണ് അറിയാൻ പറ്റിയത് കേട്ടോ. അനീഷാണ് ആദ്യം കയറിയെന്നാണ് അറിഞ്ഞത്. എന്തായാലും സാധാരണ നോർമലായിട്ടും ഷൂട്ടിംഗ് എല്ലാം സാധാരണ ഞായറാഴ്ചകളിൽ അത് ഗ്രാൻഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ അന്നാണ് കാണിക്കാറ്, ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം അതിന് വ്യത്യസ്തമായിട്ട് ഓൾറെഡി സാറ്റർഡേ തന്നെ, ശനിയാഴ്ച തന്നെ എല്ലാവരും കയറ്റി കഴിഞ്ഞിരിക്കുകയാണ്. സമയപരിധി കൊണ്ടൊക്കെ ആയിരിക്കാം മോഹൻലാലിൻ്റെ സമയക്കുറത്തും. അങ്ങനെ മോഹൻലാൽ തന്നെ ശനിയാഴ്ച എവിടെ ഒരു ഇനോഗ്രേഷൻ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓൾറെഡി അതിന് മുമ്പ് ഷൂട്ട് കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വരാനുള്ള വീടിൻ്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെയാണ് അതിൻ്റെ പ്രൊമോ. ഇനിയിപ്പം ഗ്രാൻഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഫോട്ടോസും പ്രൊമോയും ഒക്കെ വരാനുണ്ട്. അതിൻ്റെ കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഓൾറെഡി രാവിലെ സ്റ്റാർട്ടിങ് വരും. അപ്പോൾ എന്താ പറയുക, അപ്പം ബിഗ് ബോസ് കുറേ നാളിന് കാത്തിരുന്നതിന് ശേഷം കുറച്ച് 2-3 ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ മെയിലും ഏപ്രിലൊക്കെ തുടങ്ങേണ്ടതാണ്. അപ്പോൾ അത്രയും ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്ന് കുറേ ആൾക്കാർ റിവ്യൂ ചെയ്ത് ഇന്നാളെന്ന് റിവ്യൂ ഒക്കെ ചെയ്ത് നോക്കിയിരുന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച നമ്മുടെ ഗ്രാൻഡ് സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ്. നാളെ തൊട്ട് അടിയുടെ പൂരമായിരിക്കും. പക്ഷേ ഇവർ പറഞ്ഞിട്ട് മോഹൻലാൽ അവരൊക്കെ പറഞ്ഞിട്ട് നടക്കുമല്ലോ എന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ കൂടുതൽ സ്ട്രിക്റ്റ് ആയാലും കുഴപ്പമാണ്. അവരെന്ത് കളിക്കുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് കണ്ടറിയാം. അടുത്ത പ്രാവശ്യം പോകുന്ന കണ്ടസ്റ്റൻസ് ഒരു എഫക്റ്റ് ആയിരിക്കട്ടെ. പക്ഷേ നല്ലോണം കളിക്കുക. കണ്ടസ്റ്റൻസ് എല്ലാം നല്ലോണം സൂപ്പറായിട്ട് കളിച്ചാലേ മക്കളെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ സേഫ് ഗെയിം കളിക്കുന്നവരെ അന്നേരം പുറത്താക്കുന്നത്. അവിടെ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിക്കുക. കാരണം എന്താണെന്നറിയാം, ഒരു കോമൺ സെൻസ് വേണം. നിങ്ങളുടെ ചിന്ത എന്താണ്? ആദ്യം വരെ നിങ്ങളുടെ ചിന്ത എനിക്കെതിരായിട്ട് വരുന്നതിനെ എടുത്ത് വെളിയിൽ കളയാം, അപ്പം മറ്റേമാരെല്ലാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവരെല്ലാം ഫൈനലിൽ കയറുമ്പോൾ ഏതൊരു ഒറ്റ നിമിഷം മതി ഇവർ ലാസ്റ്റ് സമയത്ത് ഇവരെന്തോന്നറിയാം, എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കും. അപ്പം ഉള്ള പ്രേക്ഷകരെല്ലാം അവരുടെ പുറകിന് ഇവരെ ഇട്ട് വെളിയിലാക്കും. മനസ്സിലായോ?
ഇപ്പോൾ സേഫായിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഇവർ നമുക്ക് ശല്യമല്ല എന്ന് വിചാരിച്ച് ഇവരെ നോമിനി ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, ലാസ്റ്റിൽ ഫൈനലിൽ ഇവരും കൂടെ കാണും, നമ്മുടെ കൂടെ ചിലപ്പോൾ ഇവരും ഫൈനലിൽ കാണും. ആ സമയത്തായിരിക്കും ഇവരുടെ ബുദ്ധി പ്രവർത്തിക്കുക. ഇവരെന്തെങ്കിലും കാണിച്ചിട്ട് ഇവർക്ക് ഫാൻസ് ആയി പോകും, നമ്മൾ പുറത്തു പോകും. പൊതുവെ ഈ സേഫ് ഗെയിമായിട്ട് കളിച്ചിരിക്കുന്നവരെ എടുത്ത് പുറത്ത് കളി, എന്നിട്ട് കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെ അടിയോ പിടിയോ ബഹളോ എന്ത് വേണേലും വെച്ച് ദേഹത്തെ തൊടാതെ എന്ത് വേണേലും നിങ്ങൾ കാണിച്ചു കൂട്ടിക്കോ, ചീത്ത വിളിക്കോ, എന്ത് വേണം ചെയ്തോ, അതൊക്കെ പ്രശ്നം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയണത്, ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഈ പോടാ പോടി വാടാ വാടി ഇതൊന്നും ഒരു ചീത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും ഒരു ചീത്തയല്ല. അപ്പം വേറെ മായും പോയും തായും ഒക്കെ വിളിക്കുന്നതാണ് ചീത്ത. ഇതൊന്നും പോടി വാട ചില ഇതിനകത്ത് ഞങ്ങളുടെ വാടാ പോടി എന്നൊക്കെ, നീ എന്നെ പോടി എന്ന് വിളിച്ചോന്ന് പറഞ്ഞ ചീത്ത, അതൊന്നും ചീത്തയെന്ന് പറയുന്ന സംഭവം. നമ്മളവിടെ എടാ വാടാ പോടാന്നൊക്കെ നോർമലായിട്ട് പറയുന്നത്. അപ്പം അതൊക്കെ നിസാര കാര്യങ്ങളൊക്കെ വെട്ടികളയാൻ നിങ്ങൾ ശ്രമിക്കുക. ചെറിയ കാര്യത്തിൽ പിടിക്കുക, അത് വലിയ വലിയ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുക. ചുമ്മാ കാര്യം ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക. നമ്മൾ കാര്യമുള്ളത്തിന് കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക. ചുമ്മാ കയറി ഫൈറ്റ്, മറ്റേ രതീഷ് കാണിച്ചിട്ട് വിട്ട് ചുമ്മാ കയറി ഫൈറ്റ് ചെയ്താൽ ഒരു കാര്യമില്ല, അന്നേരം തന്നെ അവൻ പുറത്താവും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കളിക്കുക, കളിച്ച് മുന്നേറുക. അപ്പം നമ്മൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പം നമ്മൾ പൂരം കൊടിയേറുകയാണ് ഇന്ന് വൈകിട്ട്. മോഹൻലാൽ ലാലേട്ടൻ വന്നിട്ട് കൊടിയേറുന്നതായിരിക്കും. നാളെ തൊട്ട് എൻ്റെ റിവ്യൂ കാണും, നിങ്ങൾ കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് ഓൾ ദ കണ്ടസ്റ്റൻസിനും, എല്ലാ കണ്ടസ്റ്റൻസിനും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. അപ്പം നല്ലോണം കളിക്കുക, അടിച്ച് പൊളിക്കുക. ഇനി തൊട്ട് റിവ്യൂവിൽ വരാം. ഇപ്പം ഇനി പ്രഡിക്ഷൻ ലിസ്റ്റോ കൺഫേം ലിസ്റ്റോ അങ്ങനെ ഒന്നും ഒരു സംഭവമില്ല. ഓക്കെ, അപ്പം ഡാറ്റ നാളെ തൊട്ട് നമുക്ക് കാണാം വീണ്ടും. ബൈ ബൈ.